ഗൈസ് വെൽക്കം ബാക്ക് ടു അദർ വീഡിയോ. ബാഗൊക്കെ എടുത്ത് ഗൈസ് ഞാൻ ഓഫീസിലേക്ക് പോകട്ടോ. നമ്മളെന്നും ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെയിം ആകുമ്പോൾ നമുക്ക് മടുക്കുമല്ലേ. അതേപോലെ തന്നെ ഇന്ന് ഞാൻ എന്ത് ഷോട്ട് എടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ ഒരു ഷോട്ട് എൻ്റെ മനസ്സിലുണ്ടായില്ല. വെറൈറ്റി ആയിട്ട് കിട്ടില്ല ഗൈസ്, കാരണം ഡെയിലി ഞാൻ ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യണത്. അടിയിലേക്ക് പോയപ്പോൾ ഉണ്ട് ഐസി ഫുഡ് കഴിക്കാട്ടോ. അങ്ങനെ ഞാനും ഐസിൻ്റെ കൂടെ കയറി. ഞാൻ എപ്പോഴും പിന്നെ രാവിലെ ചോറാണല്ലോ കഴിക്കില്ല. അപ്പോൾ ചില നിമിഷങ്ങൾ പത്തിരി കഴിച്ചു നിൽക്കും. ടിഫിൻ അപ്പോഴത്തേക്കും സെറ്റാക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഈ സൺലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു പ്രത്യേക എനർജിയാണ്. പിന്നെ അവിടുത്തെ ചെടികളും കാണാനും അത്ര രസമുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. താത്ത നല്ല വൃത്തിയിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ ഗൈസ് ഇനി പുറത്തേക്ക് പോകാം. ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ മമ്മി ഉണ്ട് കേട്ടോ. മമ്മി ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മീൻ്റെ ടാറ്റൊക്കെ കിട്ടി. പിന്നെ അവിടെ അറിയുന്ന അവിടെ ഒരു മമ്മി തന്നെ ഉള്ളൂ. അതുകൂടാണ്ട് പിന്നെ വേറെ 2-3 ആളെ കാണുമ്പോൾ ചിലപ്പോൾ ടാറ്റൊക്കെ കൊടുത്ത് അങ്ങനെ പതുക്കെ നൈസായിട്ട് ഓഫീസിലേക്ക് നടക്കും. അന്ന് മമ്മീനെ കണ്ടില്ല ഗൈസ്, പകരം പട്ടിയാണ് കണ്ടത്. പട്ടിക്ക് ഒരു ടാറ്റയും കൊടുത്ത് ഞാൻ നൈസായിട്ട് ഓഫീസിലെത്തിട്ടോ. ഓഫീസിലെത്തി ഫസ്റ്റ് പരിപാടി പഞ്ചിങ്. പക്ഷേ അമൃത എത്തിയില്ല. പൊതുവെ അമൃത എത്തിയതിന് ശേഷമേ ഞാൻ എത്തുള്ളൂ. എന്തായാലും എല്ലാവരുടെ കയ്യിലും ഓഫീസിൻ്റെ കീ ഉണ്ട്. അപ്പോൾ പിന്നെ ആർക്ക് വന്ന് തുറക്കാമല്ലോ. അതിനുശേഷം ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോ വൃത്തിയാക്കാനുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് കുറച്ച് അലമ്പായി കിടക്കും. കാരണം ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് അലമ്പായിരിക്കും സ്റ്റുഡിയോ. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചെയർ മാറ്റിയിടുന്നത്. സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. എനിക്കാണെങ്കിൽ വൃത്തിയാക്കാന്നുള്ള പരിപാടി കുറച്ച് ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. അത് എത്ര സമയം വേണമെങ്കിൽ ചെയ്യും. എന്നാൽ അടുക്കള കയറുന്ന പറഞ്ഞാൽ എന്നെ കൊല്ലണേയും തുല്യ ഗൈസ്. 1 മണിയായപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് ഷിഫാനെ ലീവാന്ന് തോന്നുന്നു. അതാണ് അവളെ കാണാത്തത്. ബാക്കി 2 പേരുണ്ട്. അമൃതയും ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഓഫീസിൽ കറക്റ്റ് ആ ഒരു പ്ലേസില്ലാത്തതിനാൽ ഞാനിങ്ങനെ ചാടി മണ്ടി ഓടിപ്പാടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. എൻ്റെ ചേച്ചിനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകട്ടോ. ഞാൻ എപ്പോഴും ഈ വീഡിയോ എടുത്ത് നടക്കുന്ന ഇതല്ല, വാക്കിൻ്റെ ഇതുവായിട്ട് അങ്ങനെയും പോകും. ഈ ചേച്ചീൻ്റെ ഡ്രസ്സ് അങ്ങനെ ഗൈസ് ഫുൾ ബ്ലൂ. ചേച്ചി ഒരു ബ്ലൂ വെള്ളം കൂടെ ഇട്ടെന്ന് കേട്ടോ. ഞാൻ പിന്നെ വന്ന പാടന്നെ ചേച്ചീനെ മക്കാറാക്കാൻ തുടങ്ങിയോണ്ട് കുറച്ച് ലേശം അധികം വളർട്ടുന്നതിന് ചേച്ചി പാവ അത് ഊരി വെച്ചിട്ടോ. അവിടെ ക്ലാസ്സാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രത്യേക സീറ്റൊന്നുമില്ല. ഞാൻ അപ്പുറത്തെ ക്യാബിൽ പോയിരിക്കുക, അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കുക, ഫോൺ കളിക്കുക, അങ്ങനെയൊക്കെ തന്നെ ആയിട്ട് എനിക്ക് ഒക്കെ വന്നാലും പ്രത്യേക പ്ലേസ് ഒക്കെ വേണ്ടോ. അവിടെ ഇവിടെ ഇരുന്ന് എനിക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ എപ്പോൾ എണീക്കും. അമൃതയാണ് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പരിപാടിയും ഹാൻഡിൽ ചെയ്യുന്ന കേട്ടോ ആൾ. അങ്ങനെ പഞ്ചിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോവുകയാണ് ഗൈസ്. ഇന്ന് അവിടെ ഹോസ്റ്റലിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് സ്റ്റേ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും വാങ്ങാണെങ്കിൽ ഗൈസ് എനിക്ക് പഞ്ചസാര വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി ഹൈപ്പർ മാർക്കറ്റിൽ പഞ്ചസാരയൊക്കെ വാങ്ങി ഗൈസ്. ഞാനൊരു കട്ടൻ്റെ ആളല്ലേ, അപ്പോൾ പിന്നെ പഞ്ചസാരയിലാണെങ്കിൽ പറ്റില്ല. അങ്ങനെ ഗൈസ് വീട്ടിലെത്തി. നെക്സ്റ്റ് വീഡിയോൻ്റെ ടാറ്റാ.